നമസ്തേ. നമ്മളപ്പോ ആത്തൻകുടി പാലസാണ് വന്നേക്കാട്ടെ. അതിന്റെ പുറകിൽ കാണുന്നതാണ് ആത്തൻകുടി പാലസ്. അവിടെ കയറുന്നതിന് പൈസ ഉണ്ട് കേട്ടോ, 20 രൂപ മറ്റോ ആണെന്നാണ് പറഞ്ഞത്. എന്തായാലും ഞങ്ങൾ ജസ്റ്റ് പറഞ്ഞോളൂ. നമുക്ക് ആത്തൻകുടി പാലസിന്റെ വിശേഷങ്ങളും കാഴ്ചകൾ കാണാം. ഉള്ളിൽ ക്യാമറ ഉപയോഗിക്കാൻ പറ്റുമെന്ന് അറിയില്ല, ഉപയോഗിക്കണമെങ്കിൽ ഫുൾ വീഡിയോസ് കാണാം. വേറെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ കാണുന്നതാണ് ആത്തൻകുടി പാലസ്. ഇതൊക്കെ അതിൻ്റെ ഭാഗങ്ങളാണ്. നമുക്ക് അതിലാണ് എൻട്രൻസ്, അതിലേക്ക് കയറാം. ബാ. ശരിക്കും പറഞ്ഞാൽ കഴിയുമ്പോൾ ധാരാളം തന്നെ എനിക്ക് തോന്നുന്നു ഓണറുടെ പേരാണെന്നുണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. നാച്ചപ്പച്ചട്ടിയാർ മുത്തുപട്ടണം അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. മുകളിലേക്കുള്ള ആ പണികളൊക്കെ സരസ്വതി ദേവി, പിന്നെ 2 ജവാന്മാർ നിൽക്കണു. ഏറ്റവും മുകളിൽ ആ ഇതിൻ്റെ ബാക്കിൽ മറ്റേ നമ്മുടെ ശ്രീമുരുകനുണ്ട് കേട്ടോ, ആണ്ടവൻ്റെ പുറകിലുണ്ട ആണ്ടവൻ്റെ. ശ്രീ ലക്ഷ്മി വിലാസ്. ഞാൻ വായിച്ചു. നമ്മൾ 30 രൂപയാണ് കേട്ടോ ഈ ആത്തൻകുടി പാലസിലേക്ക് കയറാനുള്ള ഒരു ഫീസ് എന്ന് പറയുന്നത്. കയറി വരുമ്പോൾ കാണുന്ന ഈ ടൈൽസ് ഉണ്ടല്ലോ, ഈ ടൈൽസ് എല്ലാം സ്പെയിനിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഈ ഗ്ലാസ് വിൻഡോ ഗ്ലാസ്സുകളില്ലേ, ഇതെല്ലാം ഫ്രാൻസിൽ നിന്ന് കൊണ്ടുവന്നതാണെന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ഈ വാൾ ടൈലില്ലേ, ഈ വാൾ ടൈലുകളെല്ലാം ജപ്പാനിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഈ പില്ലേഴ്സ് ഇതെല്ലാം ഗ്രാനൈറ്റ് പില്ലേഴ്സാണ്. അങ്ങനെ 48 ഗ്രാനൈറ്റ് പില്ലേഴ്സ് ഉണ്ട് ഈ ഒരു ആത്തൻകുടി പാലസിൽ. 64 ബെഡ്റൂമുകളുണ്ട്. 64 ബെഡ്റൂമുകൾ. ജനലില്ലേ, ഈ 600 ജനലുകളുണ്ട്. മൊത്തം 1.5 ഏക്കറിലാണ് ഈ ഒരു ആത്തൻകുടി പാലസ് നിലനിൽക്കുന്നത്. ഇത് ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് അവിടെ ഇരുന്ന ലേഡി പറഞ്ഞു തന്നതാണ്. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കയറാം. ഏകദേശം 96 വർഷം ആയി ഈ ഒരു 1929 മറ്റാണ് ഈ ഒരു പാലസ് നിർമ്മിച്ചിരിക്കുന്നത്. കണ്ട, ഈ ടൈലാണ് ജപ്പാനിൽ നിന്ന് കൊണ്ടുവന്ന ടൈല്. നമ്മളിങ്ങനെ കയറി വരുമ്പോൾ തന്നെ ഇവിടെ ചിത്രം വെച്ചിട്ടുണ്ട്. ഇദ്ദേഹമാണ് ഈ നാച്ചിയപ്പച്ചെട്ടിയാർ എന്ന് പറഞ്ഞ ഈ വീടിൻ്റെ ഉടമസ്ഥൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വൈഫാണ് കേട്ടോ ഇത് കാണുന്നത്. പിന്നെ ഇവിടെ നിന്ന് കയറി വരുമ്പോൾ അവരുടെ കുടുംബാംഗങ്ങളുടെ ഫോട്ടോസൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ടേ. പഴയ ഫോട്ടോസൊക്കെ കുറേ വെച്ചിട്ടുണ്ട് ഇവിടെ. എൻ്റെ പൊന്ന്, ഈ മുകളിൽ കാണുന്ന ടൈലുകളെല്ലാവരും ജപ്പാനിൽ നിന്ന് കൊണ്ടുവന്ന ടൈലാണെന്നാണ് പറഞ്ഞത്. നമ്മൾ ഇങ്ങനത്തെ വീട് തമിഴ് സിനിമകളിൽ കണ്ടിട്ടുള്ളൂ അല്ലേ സാഞ്ചേട്ടാ? തമിഴ് സിനിമയിൽ എന്താ ഗംഭീരം കേട്ടോ. എല്ലാ തൂണിൻ്റെ മുകളിലും ഇങ്ങനെ കണ്ട സിംഹത്തിനെ കൊത്തി വെച്ചിട്ടുണ്ടേ.
നമ്മൾ ഇവിടുന്ന് മെയിൻ ഡോർ കടന്ന് കയറി വരുന്ന ഈ ഒരു ഹാളിലേക്ക് ഇവിടെ ഇങ്ങനെ കുറേ പെയിൻറ്റിങ്ങുകളൊക്കെ ഉണ്ട് കേട്ടോ. അത് ഇതിൻ്റെ അടിയിൽ ആരുടെ ചിത്രം വെച്ചിട്ടുണ്ട്, മറച്ചു വെച്ചേക്കാണ്. എല്ലാ ജനലും അങ്ങനെ ചിത്രങ്ങൾ വെക്കുന്നുണ്ട്. കൃഷ്ണൻ്റെ ആദ്യമാണ് കണ്ട. ഇങ്ങനെ കയറുമ്പോൾ വരുന്നൊരു നടുമുറ്റമാണേ. ഇവിടെ നിന്ന് ഇങ്ങനെ കയറി കഴിയുമ്പോൾ യെസ് നടുമുറ്റം. ദേ എന്താ വീട് അല്ലേ. നടുമുറ്റം കടന്ന് ഇങ്ങോട്ട് വരുമ്പോൾ മറ്റൊരു ഹാള് കാണാം. ഞാൻ പോയി നോക്കാം. ഇത് അടുക്കളയാണ്. റൂമുകളെല്ലാം അടച്ചിട്ട കേട്ടോ. പഴയ സാധനങ്ങളൊക്കെ. ഇവിടെ ഇങ്ങനെ നമ്മുടെ രാജാ രവിവർമ്മയുടെ ഒരു ചിത്രം വെച്ചിട്ടുണ്ട്. ഒറിജിനലല്ല അല്ല. പിന്നെ ഇവിടെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ അടുക്കള ഭാഗം, ഭക്ഷണം കഴിക്കാൻ ഭാഗം തോന്നുന്നു ഇത് കണ്ടിട്ട്. അല്ലേ, ഗൈഡൊന്നുമില്ല, ആകെ 2 സ്റ്റാഫുകളെ നിലവിലുള്ളൂ. അതുകൊണ്ട് പറഞ്ഞു തരാനൊന്നും ആരുമില്ല ഇവിടെ. ഇവിടെ കുറേ അവരുടെ പഴയ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. ഫോർ സെയിലാണ്. ഇത് നമ്മൾ കയറി വന്ന ആ ഒരു ഫസ്റ്റ് വന്ന ഹാള്. ഇവിടെ ഇട്ടേക്കുന്നത് തറയോടാട്ടോ. കണ്ട, തറയോടാണ്. പിന്നെ ഇവിടെ ഇങ്ങനെ വരുമ്പോഴേ ഈ ചുമരൊക്കെ അന്യായ ഫിനിഷിങ് ആട്ടോ. നല്ല നല്ല ഫിനിഷിങ്, മാർബിളുമാതിരി ഫിനിഷ് ചെയ്തേക്കാം. ഫസ്റ്റ് ഫിനിഷ്. ജനൽ, ചെറിയ ജനൽ, 2 പീസ് ജനൽ കണ്ട. നമ്മളിനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതും അതുപോലെ തന്നെ ഒരു ഭാഗം ഉണ്ടോ, ഭക്ഷണം കഴിക്കാനുള്ള ഭാഗം വെച്ചത് കണ്ട. അവിടെ കണ്ടില്ലേ, അതേപോലെ തന്നെ എൻ്റെ ഇപ്പം നമ്മൾ കണ്ടനുസരിച്ച് 2 സൈഡും, അതായത് ഈ വീടിൻ്റെ അങ്ങേ സൈഡും ഇങ്ങേ സൈഡും 2 സൈഡും ഒരേ ഡിസൈനാണ്, ഒരേപോലെ തന്നെ അല്ലേ. ആ മുകളിലത്തെ വിളിച്ചോ അല്ലേ, ജനലിൽ നിന്ന് തന്നെ വിളിച്ചാണ്. റെഡ്, ഗ്രീൻ കണ്ട. തറയമ്മ വിളിച്ച തന്നെയല്ല. പിന്നെ ഉണ്ടല്ലോ ഈ ഇതുമ്മ ഇങ്ങനെ പടം വരച്ച് വെച്ചിട്ടുണ്ട്. അത് ഇപ്പം ചെയ്താണോന്നൊന്നും അറിയില്ല. തൂണുമേ ഇവിടെ നമ്മളിങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ തിരിച്ച് നമ്മൾ ആ ഹോളിലേക്ക് തന്നെ എത്തും. കണ്ട, കയറാൻ പറ്റില്ല അല്ലേ, മുകളിലേക്ക് കയറാൻ പറ്റില്ല അല്ലേ.
ഫ്രണ്ടിൽ നിന്ന് കയറി വരുമ്പോൾ വന്ന ഈ ഒരു ഹാളുണ്ടല്ലോ, ഇതാണ് മാരേജ് ഹാൾ എന്ന് പറഞ്ഞത്. മാരേജ് ഹാളിൽ താഴെ ഇട്ടിരിക്കുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടൈലുണ്ടല്ലോ, ടൈലല്ല ഇത് മാർബിളാണ്, ഇറ്റാലിയൻ മാർബിളാണ്. കുറേ സിനിമകൾ നമ്മുടെ ഈ ഒരു ആത്തൻകുടി പാലസിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും വിജയുടെ മധുര എന്ന് പറഞ്ഞ സിനിമ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. മമ്മൂക്ക അഭിനയിച്ച ലവ് ഇൻ സിംഗപ്പൂർ അത് ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. മജ, വിക്രമൻ്റെ മജ, പിന്നെ ഏതാ സാമി, അങ്ങനെ കുറേ സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു ഫേമസ് ഷൂട്ടിംഗ് സ്പോട്ട് കൂടിയാണ് നമ്മുടെ ഈ ആത്തൻകുടി പാലസ്. നമ്മൾ ആത്തൻകുടി പാലസിൽ നമ്മൾ കയറി വരുമ്പോൾ ആ ഹോള്, കല്യാണ മണ്ഡപം, അതിനപ്പുറത്തുള്ള നടുമുറ്റം, പിന്നെ ഡൈനിങ് ഹാളുകൾ ഇത്രയും നമുക്ക് ഓപ്പൺ ആയിട്ടുള്ളൂ. ബാക്കിയെല്ലാം അടച്ചിട്ടേക്കാണ് റിനോവേഷന് വേണ്ടിയിട്ട്. ഇവിടെ പ്രിയപ്പെട്ട ബി ചേട്ടൻ ഇരിപ്പുണ്ട്, സൈമൻ ചേട്ടൻ, ബിനോയ് ചേട്ടൻ ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് പോകല്ലേ? അപ്പം അങ്ങനെ ആയിക്കോട്ടെ കാര്യങ്ങൾ. ആത്തൻകുടി പാലസിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഈ വീഡിയോ ഇഷ്ടമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സൈമൻ ചേട്ടൻ ഇരിപ്പുണ്ട്, നന്ദി. മമ്മൂക്കയുടെ ലവ് ഇൻ സിംഗപ്പൂർ സിനിമയിൽ എനിക്ക് തോന്നുന്നു മമ്മൂട്ട ആ നായികനെ കാറിൽ കയറ്റി കൊണ്ടുപോകാനായിട്ട് വരുന്നത് ഈ ഒരു ഭാഗത്തു നിന്നാണ് തോന്നുന്നു. ഇവിടെ എനിക്ക് ആ സിനിമ കണ്ടപ്പോൾ അങ്ങനെയാണ് തോന്നിയത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇനി നേരെ കാരക്കുടിയിലേക്കാണ് പോകണത്. കാരക്കുടി, ആത്തൻകുടിയിൽ നിന്ന് ഞങ്ങൾ നേരെ വന്നത് കാരക്കുടിയിലുള്ള 1000 ജനൽ വീട് കാണാനാണ് കേട്ടോ. പക്ഷേ അവിടെ വരേണ്ട കാര്യമില്ല. ആ വീടിൻ്റെ അകത്തേക്ക് കയറാനൊന്നും പറ്റില്ല, ജസ്റ്റ് പൂട്ടിയിട്ടേക്കാണ്. ഒരു പഴയ ഒരു വീടാണ്. ഇതിനേലും ഭംഗിയുണ്ട് നമ്മുടെ ആത്തൻകുടി ബംഗ്ലാവ്. ഇവിടെ വന്നിട്ട് കാര്യമൊന്നുമില്ല, പുറത്തുനിന്ന് വീട് കാണാമെന്നുള്ളൂ. ഞാൻ വീട് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ചെട്ടിനാട് വന്നവർ ഈ കാരക്കുടിയിലുള്ള 1000 ജനൽ വീട് കാണാൻ വരേണ്ട ഒരു കാര്യമില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് വീട് കാണിച്ചു തരാം. ഈ കാണുന്നതാണ് കാരക്കുടിയിലുള്ള 1000 ജനൽ വീട് എന്ന് പറയുന്ന വീട് കേട്ടോ. പഴയ വീടാണ്. ഏത് കാലത്ത് 1941 ഈ വീട് പണിതേക്കുന്നത് കേട്ടോ. എന്നാണ് അവിടെ എഴുതി വെച്ചേക്കണം, 1941. ഏറ്റവും മുകളിൽ സരസ്വതി ദേവി, ലക്ഷ്മി ദേവി, പിന്നെ ശ്രീകൃഷ്ണനെയൊക്കെ കൊത്തി വെച്ചിട്ടുണ്ട്. സരസ്വതി ദേവി ഉണ്ട്. അങ്ങനെ 3 ശില്പങ്ങൾ 3 കൊത്തി വെച്ചിട്ടുണ്ട്. 1000 ജന വീട്, പഴയ വീടാണ്, അടച്ചിട്ടേക്കാം. ഒന്നുമില്ല ഇവിടെ. ഇവിടെ ഇനി വെറുതെ വന്ന് സമയം കളയേണ്ട കാര്യമില്ല. പക്ഷെ അവിടെ തുണിയൊക്കെ തോറിയിട്ടുണ്ടല്ലോ. 1000 ജനൽ വീട് ഒന്നും കാണാനില്ല, ഒട്ടും മെയിൻറ്റെയിനൊന്നും ചെയ്തല്ല. ആകെ പൂപ്പലായൊക്കെ പിടിച്ച് കിടക്കുകയാണ്. എന്താ ആരെങ്കിലും ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ. 1941 പണിത വീടാണ്. അങ്ങോട്ട് ബാക്കിലേക്ക് ഉണ്ട് കേട്ടോ, കുറേ ഉണ്ട് വീട്. 1000 ഒന്നുമില്ല, നോർമൽ വീട്. 1000 ജനലുണ്ടെന്ന് മാത്രമേ ഉള്ളൂ പ്രത്യേകത. ഇവിടെ ഉള്ള ഒരാളോട് ആ ഒരു കവാടത്തുമ്പോൾ എഴുതി വെച്ചേക്കണെന്ന് വെച്ചാൽ ഫസ്റ്റ് കള്ളിയിൽ എഴുതി വെച്ചാൽ വൈകാസി എന്നാണ്. പിന്നെ വെങ്കിടേശ ജലപതി നാരായണ വിലാസം 1941 എന്നായിട്ട് എഴുതി വെച്ചാണ്. അപ്പോൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ചിട്ട് എടുത്തതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞവർ ആത്തൻകുടിയിൽ വന്നവർ ഈ ഒരു വീട് കാണാനായിട്ട് ഓടിപ്പടഞ്ഞ് കാരക്കുടിയിലേക്ക് വരേണ്ട കാര്യമില്ല. വന്നു കഴിഞ്ഞാൽ ഈ കാണുന്നതേ കാണാൻ പറ്റുള്ളൂ. ആരൊക്കെ താമസമുണ്ടെന്ന് തോന്നുന്നു. മുകളിൽ ലൈറ്റ് ഇട്ടുണ്ട്, അവിടെ ഒരു തുണി തോരയിട്ടുണ്ട്. ആൾക്കാർ ഒരു ലേഡി ഇപ്പോൾ നടന്നു പോകണമെന്ന് കാണാം അവിടെ. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഇത്.